കൺവെൻഷന്റെ മുഖ്യ പ്രഭാഷകനായി വന്നുചേർന്നിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ ജെയിംസ് കയ്യപ്പൻ അവറുകൾ നമ്മോട് ദൈവത്തിൽ സംസാരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ദാസനെ അതായത് ദൈവം ഒരു പ്രത്യേക ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. ദേശത്തോട് അറിയിക്കേണ്ട ദൈവിക ദൂത് തന്റെ ദാസനോട് സംസാരിക്കും. ഇന്ന് രാത്രിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യബോധത്തോടുകൂടി ഇരിക്കുന്ന, ആവശ്യബോധത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനുള്ള ദൈവദാസൻ പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 2 രാത്രികളുടെ യോഗങ്ങളിലും തന്റെ ദാസന്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം പ്രാപിച്ച ദൈവം ഒരിക്കൽ ഒരു കാര്യം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി തുടർന്നുള്ള ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയൊക്കെയും കാണുവാൻ ദൈവം ഒരിക്കൽ കൂടി സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിയാൽ 1-ാം ദിവസത്തേക്കാൾ 2-ാം ദിവസവും 2-ാം ദിവസത്തേക്കാൾ 3-ാം ദിവസവും അനേകര് കടന്നു വന്നതിനാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെയൊക്കെ കൂട്ടി വരുത്തിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു പഴയ കാല പെന്തിക്കോസ്തിലെ നമ്മുടെ അപ്പച്ചന്മാരുടെ തീരുമാനം എന്റെ ജീവിതത്തിൽ ആവുന്നോളം നിവർത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഈ മരുന്ന് എടുക്കാതെ, എനിക്കറിയാം പഴയ കാലത്തെ പെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ മരുന്ന് എടുക്കുന്നവരല്ലായിരുന്നു, എങ്കിലും അല്ലാത്തവരും ഉണ്ടല്ലോ. അപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, മരുന്നെടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചൊന്ന് ജീവിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാനും വൈഫും അതുപോലെ കുഞ്ഞുങ്ങളും അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കിയതാ. ഇതുവരെയും ഒരു മരുന്ന് കഴിക്കുവാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ അസുഖം വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ മാതാവും പിതാവും ഒക്കെ ഒന്ന് അടുത്ത് ഒന്ന് ഐക്യതോടുകൂടി ഒന്ന് ദൈവശക്തി താഴാനും ഒന്ന് കരയാനും ഒക്കെയാണ്. നമ്മൾ ഈ ഉടനെ എടുത്തുകൊണ്ട് അങ്ങ് ആശുപത്രിയിലോട്ട് പോകാതെ ഭാര്യ ഭർത്താവ് ഒന്ന് കരം കൊടുത്ത് കുഞ്ഞിന് വേണ്ടി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയേ. നല്ല വൈദ്യനായ നമ്മുടെ കർത്താവിന്റെ വിടുതൽ ഹല്ലേലൂയ നമുക്ക് അനുഭവിക്കാൻ തക്കണം ഇടയായിത്തീരും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. എങ്ങനെയാണ് രുചിച്ചറിയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിറങ്ങി വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. കടഭാരം വരുമ്പോൾ ലോൺ എടുക്കാനായിട്ട് ഓടണ്ട, പണയം വെക്കാനായിട്ട് ഓടണ്ട. ഹല്ലേലൂയ. ആരുടെയും മുമ്പിൽ നീ പോയി കൈനീട്ടണ്ട. മുട്ടുമടക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പറ, കർത്താവേ, എന്റെ കടഭാരം മാറ്റാതെ, എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം തരാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കയില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. ദൈവത്തിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കമിടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവമാണ്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ നിന്നെ ഏൽപ്പിക്കുമോ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, റാന്നിയിൽ ബാബുജി എന്ന് പറയുന്ന, ഇപ്പോൾ അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹമായിരുന്നു കാഡ്ബറീസിന്റെ ഒക്കെ ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന ബാബുജി. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തിന് ഏതാണ്ട് 1 കോടി 7 വണ്ടി ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം മാർത്തോമാക്കാരനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ബിസിനസ് തകർന്നു. കടമായി 1 കോടി രൂപയോളം കടം. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചെന്നാൽ വീട്ടിൽ മാർത്തോമാക്കാരാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു. ആ വീട്ടിലെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം പറയുവാൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ പെന്തക്കോസ്തിൽ അല്ലായിരുന്നു എങ്കിൽ, ദൈവത്തെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്നേ ആത്മഹത്യ ചെയ്തേനെയും. അതുപോലെ കടക്കാര്
ഹല്ലേലൂയ തന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധി മുട്ടുമടക്കി അദ്ദേഹം 21 ദിവസം ഇരുന്നു, 7 ദിവസം ഇരുന്നു, 40 ദിവസം ഇരുന്നു. ഹല്ലേലൂയ അനേക ദിവസങ്ങളിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അദ്ദേഹത്തിന്റെ കടഭാരം ഇന്ന് മാറി. ഹല്ലേലൂയ അദ്ദേഹം കർത്താവിന്റെ ഒരു ദാസനായി അനേകർക്ക് ആശ്വാസമായി ഇന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തി ജീവിക്കുന്നു. ഹല്ലേലൂയ കടഭാരമുള്ളവരെ ദൈവസന്നിധി മുട്ടുമടക്കുക. നിന്നെ ഉദ്ധരിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. മെഡിക്കൽ കോളേജുകൾ തള്ളിയ എത്രയോ കേസുകൾ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത വിടുതൽ കൊടുത്തിട്ടുണ്ട്. നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ഭാരം മാറ്റുന്ന ദൈവം, നമ്മുടെ കണ്ണീരൊക്കുന്ന ദൈവം, നമ്മെ മാനിക്കുന്ന ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ നിരാശകൾ മാറട്ടെ, നമ്മുടെ ഭാരങ്ങൾ മാറട്ടെ, നമ്മുടെ വേദനകൾ മാറട്ടെ. ഹല്ലേലൂയ. നമ്മെ സഹായിപ്പാൻ, നമ്മെ ഉദ്ധരിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എല്ലാവർക്കും എഴുന്നേറ്റ് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരുടെ വേദന അകറ്റണമേ കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ കർത്താവേ. ദൈവമക്കളെ നമ്മെ ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയട്ടെ, നിങ്ങളുടെ വേദനകൾ അറിയട്ടെ. ദൈവത്തോട് പറ കർത്താവേ, എനിക്ക് കടഭാരമുണ്ട് കർത്താവേ. ദൈവത്തോട് പറ കർത്താവേ, എന്റെ കുഞ്ഞിന് സൗഖ്യം വേണം. ദൈവത്തോട് പറ കർത്താവേ, എനിക്ക് സൗഖ്യം വേണം. ഹല്ലേലൂയ. ദൈവത്തോട് പറ കർത്താവേ, എനിക്കൊരു ഉയർച്ച വേണം. ദൈവത്തോട് പറ കർത്താവേ, നീ എന്നെ മാനിക്കണം. എന്റെ അതിര് നിശ്ചയമായി ഒന്ന് വിശാലമാക്കണം. എനിക്ക് ആത്മീയമായി ഒന്ന് ബലപ്പെടണം കർത്താവേ. ഹല്ലേലൂയ. ഞാൻ ആത്മീയമായി ഒന്ന് സമ്പന്നത പ്രാപിക്കണം കർത്താവേ. എനിക്ക് ഇങ്ങനെ പോയാ പോരാ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക, ഏൽപ്പിച്ചു കൊടുക്ക, ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹൃദയം തുറക്കിയാൾക്ക് പോവാൻ സമീപസ്ഥ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം. ഇന്ന് രാത്രികാലം ഭാരം മാറട്ടെ, ഇന്ന് രാത്രികാലം വേദന മാറട്ടെ. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ നീക്കുവാക്കുന്ന ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുവാക്കാൻ യഹോവയ്ക്കുള്ളവയാകുന്നു. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. കൃത്യമായി നിലവിളിച്ചു. അവന്റെ കാഴ്ച ലഭിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ജനം സൗഖ്യമാകട്ടെ. അങ്ങയുടെ ജനം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാധാനമില്ലാത്തവർ സമാധാനം ലഭിക്കട്ടെ. സമാധാനം പ്രഭുവേ, ഞങ്ങളുടെ സമാധാനം ജനത്തിന് കൊടുത്താട്ടെ. അവരങ്ങ് രുചിച്ചറിയുവാൻ ഇടയാകട്ടെ. In the name of Jesus. ദൈവപിതാവേ, അങ്ങയെ ആരാധിക്കുന്നു.
യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകണമേ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് രാത്രികാലം ആ വിശ്വാസവുമായി മാത്രമേ കടന്നു പോകാവൂ. അല്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ആരാണ് ഈ പ്രതിഫലം തരുന്നത്? സ്വർഗത്തിലെ ദൈവം. ഈ ദൈവം ആരാണ്? ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം ആരാണ് എന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പൗലോസിന് ആ ഉറപ്പുണ്ടായിരുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 1-12 പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ വിളിച്ചു പറ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കഷ്ടമുണ്ട്, ദൈവമക്കൾക്കും കഷ്ടമുണ്ട്. എന്നാൽ നമ്മുടെ കഷ്ടങ്ങളെ തീർത്തു തരുവാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പൗലോസിനോട് ചേർന്ന് രാത്രികാലം പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വരുന്ന കർത്താവ്, നമ്മുടെ കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മനോവിനയവും മനസ്സറിവുമുള്ളവരോട് കൂടെ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അഹങ്കാരികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം എന്താണെന്ന് അറിയാവോ? അഹങ്കാര മനോഭാവം, താഴ്മയില്ലായ്മ, നിഗളം, അതുപോലെ മത്സരം. ഹല്ലേലൂയ, സ്തോത്രം. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം വിദ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു എന്ന് ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 15-22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പലപ്പോഴും നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ ശാഠ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മത്സര സ്വഭാവമുണ്ട്. ഇതൊക്കെയും നമ്മളിൽ നിന്ന് മാറ്റിയാൽ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിപ്പാനിടയായിത്തീരും. പകർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പീൻ. ഒന്ന് താഴാൻ മനസ്സുണ്ടോ? ഉയർത്താൻ ദൈവം റെഡിയാണ്. ഹല്ലേലൂയ. ആർക്ക് ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നു അവര് താഴ്ത്തിക്കൊട്. ദൈവം നിന്നെ ഉയർത്തുവാൻ മതിയായവനാണ്. നീ താഴ്ത്തി ഏൽപ്പിച്ചാ മതി. ഞാൻ ഒന്നുമില്ലേ ഏതുമില്ലേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. ദൈവം നിന്നെ ഉയർത്തുവാനിടയായിത്തീരും. ദൈവത്തിന് നന്ദിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നാം സേവിക്കുന്ന ദൈവം ആര് എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് ഞാൻ ആരാണെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കഴിവെന്താണെന്ന്, അല്ലെങ്കിൽ നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവം തമ്പുരാൻ തന്നെ പറയുന്നു. വായിച്ചേ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു, എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. എന്റെ ദൈവം ആകാശത്തിലെ സകല സൈന്യത്തെയും കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇന്ന് ശാസ്ത്രജ്ഞന്മാര് എന്തെല്ലാം വേലയാ ചെയ്യുന്നത്
എങ്ങനെ ഉണ്ടായി, ഈ ആകാശം എങ്ങനെ ഉണ്ടായി, ഈ ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി, സൂര്യൻ എങ്ങനെ ഉണ്ടായി? ദൈവം തമ്പുരാൻ മനുഷ്യനല്ല, ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ ആകാശത്തെ സൃഷ്ടിച്ചവൻ ഞാനാണ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ ഞാനാണ്, മനുഷ്യനെ സൃഷ്ടിച്ചവൻ ഞാനാണ് എന്ന് ദൈവത്തോട് വിളിച്ചു പറയുകയാണ്. ഡാർവിന്റെ സിദ്ധാന്തം അനുസരിച്ച് അവര് വളരെ വർഷങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചു, മനുഷ്യനോട് ഏകദേശം സാമ്യമുള്ള കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴെന്താ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടാകാത്ത? അത് കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലേ. പരിണാമം ഒരിക്കൽ ഉണ്ടായെങ്കിൽ പിന്നെയും നടക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പൊ കുരങ്ങളിൽ നിന്ന് മനുഷ്യനുണ്ടാകാത്തത്? സ്തോത്രം. നിങ്ങൾ മനുഷ്യ സൃഷ്ടിയുടെ എഞ്ചിനീയറിംഗ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. വെല്ലവും കഴിച്ചു തിന്നാൽ ഇവിടെ ഇങ്ങനെ ഈ പല്ല്, കട്ടിയുള്ള മോണയോടുകൂടിയ പല്ല് ഇവിടെ സൃഷ്ടിച്ച് തന്നത് പരിണമിച്ചുണ്ടായതാ? ആരാ ചിന്തിച്ചത് ഇതിനകത്ത് ഇങ്ങനെ പല്ല് വേണമെന്ന്? സ്വർഗത്തിലെ ദൈവം ജ്ഞാനികളിൽ ജ്ഞാനി, വിവേകിയിൽ വിവേകി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരു മനുഷ്യൻ, ഒരു ജീവിക്ക് വേണ്ട അവന്റെ ആഹാരം, അവൻ കഴിക്കേണ്ടത് എല്ലാം നിർമ്മിച്ച് അതിന്റെ കറക്റ്റായിട്ടുള്ള എഞ്ചിനീയറിംഗിലാണ് ഓരോന്നും സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഈ കൈക്കകത്ത് ഇത് മാംസം മാത്രമായിരുന്നു, എങ്ങനെ ഇരുന്നേനും? ഈ എല്ലെന്തിനാ വെച്ച്? ഇതിനകത്ത് ഒരു ബെയറിങ്ങിന്റെ സിസ്റ്റം വെച്ചിരിക്കുന്നത്, ഈ കൈ മടക്കാനും നോക്കാനും. ഇതൊക്കെ തന്നെ ഉണ്ടായതാണെന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഓട്ടെ, അവരുടെ വിവരക്കേട. ദൈവത്തിന് സ്തോത്രം. നമ്മെ ആരാ സൃഷ്ടിച്ചത്? സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം ആരും കുരങ്ങിന്റെ പിന്നാലെ ഉണ്ടായവരല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം പൗലോസിനോട് ചേർന്ന് പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രം പോരാ. ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാം നമുക്കെല്ലാവർക്കും പിതാവായി തീർന്നു. എങ്ങനെ? ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. അതിന്റെ 20-21 വാക്യങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു വാക്കുകൂടെ ചേർത്ത് പറഞ്ഞാൽ ദൈവത്തിൽ സംശയിക്കാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെടുക. കാരണം എന്റെ ദൈവം മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാണ്. എന്റെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. അവിശ്വാസത്താൽ സംശയിക്കാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്, അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഓരോ ഡോക്ടർ പറയാണ് ഇതിന് ഓപ്പറേഷൻ വേണം, കുറച്ചു നാളുകൂടെ 6 മാസമേ ജീവിച്ചിരിപ്പുള്ളൂ, 24 മണിക്കൂർ കഴിഞ്ഞ് കാര്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവമക്കൾ വിളിച്ചു പറയട്ടെ, ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുവാൻ കഴിവുള്ള ദൈവം, മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിവുള്ള ദൈവം, ആ ദൈവം ശക്തിമാനാണ്, ആ ദൈവം വിടുവിപ്പാൻ കഴിവുള്ളവനാണെന്ന് അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ഏറ്റുപറയുവാൻ നമുക്കിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീരും. അബ്രഹാമിനെ ഓമനിച്ച് കിട്ടിയ ഇസഹാക്കിനെ, ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ പറഞ്ഞു, ഈ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ കൊണ്ടുപോയി യാഗം കഴിക്കണം. കേട്ട ആള് ചുമടും ചുമന്ന് കഴുതിയും കൊച്ചനെയും എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു വാക്കുപോലും സ്വന്തം അമ്മയോട്, ആ കുഞ്ഞിന്റെ അമ്മയോട് പറയാതെ, അല്ലെങ്കിൽ ഭാര്യയോട് ആലോചിക്കാതെ എന്ന്
നമ്മൾ എഴുതിയ അവിടെ കാണുന്നില്ല, ആലോചിച്ചാൽ അതുകൊണ്ട് അങ്ങനെ പറയും. ഇനിയോ ഏതായാലും ദൈവം പറഞ്ഞത് അബ്രഹാം അനുസരിച്ചു. നമ്മളെ കൊണ്ട് കഴിയുമോ? ഹല്ലേലൂയ. 100-ാമത്തെ വയസ്സിൽ ലഭിച്ച മകനെ യാഗം കഴിക്കുവാൻ. കാരണം അബ്രഹാമിനൊരു കാര്യം അറിയാം, ഈ 100-ാമത്തെ വയസ്സിൽ എനിക്ക് കുഞ്ഞിനെ തരുവാൻ ദൈവം ശക്തനാണെങ്കിൽ ഇവനെ യാഗം കഴിച്ചാൽ ആ രക്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചാമ്പലിൽ നിന്ന് മറ്റൊരു ഇസ്ഹാക്കിനെ എന്റെ ദൈവത്തിന് തരുവാൻ കഴിയും. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ചാമ്പലിൽ നിന്നില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അബ്രഹാം ഇറങ്ങിത്തിരിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രിക്കാലം നാം ആരെയാണ് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് വലിയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശ്വാസം ദൈവത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ. പൗലോസ് പറയുന്ന വാക്യം ശ്രദ്ധിക്കൂ. റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ദൈവത്തിന് ഇനി 38 മുതൽ വേറെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവം ആരാണെന്നറിഞ്ഞാൽ, ദൈവ സ്നേഹവുമായി നാം ബന്ധിക്കപ്പെട്ടാൽ ഇതിനൊന്നിനും നമ്മെ വേർതിരിക്കുവാനായിട്ട് കഴിയത്തില്ല. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, ജീവിതത്തിൽ പട്ടിണി വരുമ്പോൾ, ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ ആരും ദൈവമക്കൾ പറയും, ഈ കഷ്ടത ഇന്നല്ലെങ്കിൽ നാളെ മാറും. എന്റെ ദൈവം എന്നെ മാനിക്കും, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ ഒരുക്കും, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഈ കഷ്ടത മാറ്റും. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ ഉയർത്തും, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കഷ്ടത മാറും. ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പട്ടിണി വന്നാൽ മാറിപ്പോകുന്ന മാർഗമല്ല ഇത്, കഷ്ടത വന്നാൽ മാറിപ്പോകുന്ന മാർഗമല്ല ഇത്. നമ്മുടെ പിതാക്കന്മാർ അവരുടെ ജീവനെ വെറുത്ത് ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിട്ട്. നിങ്ങൾ മുട്ടൻകിയോച്ചൻ എന്ന് പറയുന്ന ദേവദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹമാണ് അഴലേറും ജീവിതമരുവിൽ നീ തളരുകയെന്ന് സഹജ് സ്തോത്രഗീതം പാടുക നിയമനം എന്നുള്ള പാട്ടൊക്കെ എഴുതിയത്. അദ്ദേഹത്തെ ഒരിക്കൽ ഞാൻ പോയി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറയുവാൻ അദ്ദേഹം TPM-ലായിരുന്നു ആദ്യം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലത്ത് അവരുടെ ആഗ്രഹം കർത്താവിന് വേണ്ടി പട്ടിണി കിടന്നാൽ അവർ പറയുമായിരുന്നു, ആലുവിന് കർത്താവിന് വേണ്ടി പട്ടിണി കിടക്കാനിടയായല്ലോ, അതിൽ അവർ സന്തോഷിക്കുകയായിരുന്നു. ആലുവിന് അടി കൊണ്ടാൽ അദ്ദേഹം പറഞ്ഞു, ഒരു ഒറ്റമുണ്ട് 47 സ്ഥലത്ത് കുത്തിത്തയ്യലിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നിരാശ ഉണ്ടായിട്ടില്ല. കാരണം ഹാലൊരു വല്ലവിധേനും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു പുതിയ മുണ്ടിന് വേണ്ടി താൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം വേല ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ആലയുടെ കസേരയോ മേശയോ അല്ലെ ആ ആലയത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. തനിക്കൊരു മുണ്ട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചില്ല. കാരണം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഹാലയിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവമക്കളെ കഷ്ടം വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം നിരാശപ്പെടുവാനായിട്ടല്ല, പട്ടിണി വരുമ്പോൾ നിരാശപ്പെടുവാനായിട്ടല്ല. എന്റെ കർത്താവ് എന്റെ കഷ്ടത മാറ്റും, എന്റെ കർത്താവ് എന്റെ പ്രയാസം മാറ്റും, കർത്താവ് എന്നെ മാനിപ്പാൻ ഇടയായിത്തീരും. കർത്താവിന്റെ നാമത്തിൽ കഷ്ടത സഹിച്ചാൽ, കർത്താവിന്റെ നാമത്തിൽ നിന്നെ സഹിച്ചാൽ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവിന്റെ നാമത്തിൽ കഷ്ടം സഹിപ്പാൻ ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിക്കുകയാണ്.
ഈ ലോകത്തിൽ ദൈവനാമ നിമിത്തം കഷ്ടം സഹിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എന്തെങ്കിലും നിന്ന സഹിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഈ വീതമുണ്ടല്ലോ അങ്ങ് സ്വർഗത്തിൽ ഡിപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, അന്ന് പലരും ലജ്ജയ്ക്കും നിന്ദയ്ക്കും എഴുന്നേൽക്കും, എന്നാൽ നീതിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുള്ളത് ശോഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരെ നീതിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ, വേദന സഹിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, ദൈവവൈതലേ, നീ നിരാശപ്പെടേണ്ട. നീ നക്ഷത്രത്തെ പോലെ ശോഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അഴിച്ചു പൊളിച്ച് നേതാവായി നടക്കുന്ന പലരും പണ്ടൊരു ദേവദാസൻ പ്രസംഗിച്ചു, റവറന്റ് എന്ന് വെച്ചില്ലെങ്കിൽ, നോട്ടീസിൽ പേര് വെച്ചില്ലെങ്കിൽ ചിലരങ്ങ് കോപിക്കുമെന്നാ പറയുന്നത്. ഡോക്ടർ എന്ന് വെച്ചില്ലെങ്കിൽ ചിലർക്കൊക്കെ അങ്ങ് വലിയ പ്രയാസമാണ്. അവരൊക്കെ അവിടെ വന്നിട്ട് ഹല്ലേലൂയ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി നടക്കുമ്പോൾ, പട്ടിണി കിടന്ന് സൈക്കിള് ചവിട്ടി നടന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവവൈദ്യരെ, നിന്നെ ഹല്ലേലൂയ ദൈവം മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ നക്ഷത്രത്തെ പോലെ അവിടെ ശോഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല നേതാക്കന്മാരും നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഹല്ലേലൂയ. ഇവിടുത്തെ നേതാക്കന്മാർ നമ്മുടെ കഷ്ടത കണ്ടില്ലെന്ന് വരാം, ഇവിടുത്തെ മനുഷ്യർ നമ്മുടെ പരിശോധനകൾ അറിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ വേദനകൾ അറിയുന്നു, നമ്മുടെ ഭാരം അറിയുന്നു. ഹല്ലേലൂയ. പാഠപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നീ സഹിക്കുന്നത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആദ്യ സ്നേഹം ദൈവം അറിയുന്നു. അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവം അത് അറിയുന്നുണ്ട്. നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടുത്തെ പലരും നമ്മുടെ കഷ്ടതകൾ കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മുടെ കഷ്ടത കാണുന്ന ദൈവമാണ്, നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിൽ ചിലരുടെ ആഗ്രഹം എങ്ങനെയും ഒന്ന് എന്നെത്തൊന്ന് കയറി കിട്ടിയാൽ മതി, പാതിക്കാവൽക്കാരനായിട്ടിരുന്നാൽ മതി, എങ്ങനെയും അതെനിക്കും ആഗ്രഹം, എങ്ങനെയും അതിനകത്തൊന്ന് കയറി കിട്ടിയാൽ മതി. പക്ഷെങ്കിൽ ചിലർ നിത്യലജ്ജയ്ക്കും നിന്ദയ്ക്കും എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഈ വല്ലവരേനെ അകത്തോട്ടൊന്ന് കയറിയാൽ മതി നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് ആൺപിള്ളേരിങ്ങനെ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചും അങ്ങനെ ഷൈൻ ചെയ്തൊക്കെ നടക്കുമ്പോൾ, ഇത് നമ്മുടെ അതിലേ നടന്നുപോയ ആ സഞ്ചി തൂക്കിയിട്ടുകൊണ്ട് പരസ്യമോ നടത്തിക്കൊണ്ടിരുന്ന ഉപദേശിയോടോ, ഈ പുള്ളിയെ കാണുമ്പോൾ നമ്മളെന്നെ മുഖം മറിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ നിത്യലജ്ജയ്ക്ക് എഴുന്നേൽക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും ശോഭിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. അതിനെ പൗലോസിനോട് ചേർന്ന് പറ, ഹല്ലേലൂയ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ ആ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ പാപത്തിനോ വാളിനോ യാതൊരു ശക്തിക്കും കഴിയില്ല. ദൈവത്തിന് ജീവിതത്തിൽ ദൈവനാമം കഷ്ടമനുഭവിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് മഹാപ്രതിഫലമുള്ള ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ മാനിക്കും. ഈ ദൈവത്തിന് വേണ്ടി നീ ഒരു ചെറുവിരൽ ഇറക്കിയാൽ, ചെറുവിരൽ അനക്കിയാൽ, ഹല്ലേലൂയ, നിന്റെ അല്പസമയം ചെലവിട്ടാൽ, നിന്റെ അല്പം പണം കൊടുത്താൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അപ്പനെ അമ്മയോ വീടോ വയലോ സമ്പത്ത് എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
100 മടങ്ങ് ലഭിക്കുകയും ഹല്ലേലൂയ നിത്യജീവനെ അവകാശമാക്കാതെ ഇരിക്കുന്നവർ ഇല്ല എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല, നമ്മെ മാനിക്കുന്ന ദൈവമാണ്, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ദൈവം നമ്മുടെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ കൂടെ പഠിച്ചവർ, ഹല്ലേലൂയ, നിന്റെ അയൽക്കാർ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ നിന്ദിക്കുവാൻ ദൈവം അനുവദിക്കയില്ല. ഒരു പക്ഷെങ്കിൽ ചില നാളിലേക്ക് നീ അങ്ങനെ നിന്നെ അനുഭവിക്കേണ്ടി വന്നാൽ ഹല്ലേലൂയ, നീ അങ്ങ് താണിരുന്ന് കൊടുത്താൽ മതി. തമ്പുരാൻ നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിൽ വിശ്വസിപ്പാൻ നമുക്കിടയായി നമ്മുടെ ഭാഗ്യമാണ്, നമ്മുടെ അനുഗ്രഹമാണ്. ലജ്ജിക്കരുത്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ നാം ഇടയായി തീർന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് നമ്മുടെ തലമുറകളും ഹല്ലേലൂയ പ്രാപിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, ചുമ്മാതാരും ദൈവത്തെ സേവിക്കണ്ട. ആ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യരുത്. നീയും നിന്റെ സന്താനവും എന്നേക്കും നന്നായി ഇരിക്കേണ്ടതിന് എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുക. നാം ദൈവത്തെ ആരാധിച്ചാൽ നമുക്കും കൊള്ളാം, നമ്മുടെ പിള്ളേർക്കും കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി 1 രൂപ പോലും സമ്പാദിച്ചു വെച്ചില്ലേലും നിങ്ങൾ വിശ്വസ്തയോട് ദൈവത്തെ സേവിക്ക്. നീതിമാന്റെ സന്തതി അപ്പവിരക്കുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. നീ വിശ്വസ്തയോട് ദൈവത്തെ സേവിക്ക്. എന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല. എന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിന്നെ മാനിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മേശ വളർന്നുകൊണ്ട് പോകാതിരുന്നാൽ മതി. ദൈവം മേശ വളരും. ഹല്ലേലൂയ. പലർക്കും അങ്ങ് ആഗ്രഹമാണ്, അവന്റെ മുമ്പിൽ എനിക്കൊന്ന് വിലസണം. ആ ആഗ്രഹമൊക്കെ അങ്ങ് വിട്ടിട്ട് ദൈവസേനയിൽ അങ്ങ് കാണരുത്. കർത്താവേ, എന്നെ നിനക്കുന്നത് കാണുന്നില്ലേ, എന്നെ പഠിക്കുന്നത് കാണുന്നില്ലേ കർത്താവേ, എന്റെ കർത്താവേ, നീ സകലം അറിയുന്ന ദൈവമാണല്ലോ, അവരോട് ക്ഷമിക്കണമേ കർത്താവേ. ആയി തീർന്നാൽ ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തുവാനിടയായി. നീ അവന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കരുത്. ഞാൻ സേവിക്കും ദൈവാരാധന കാണിച്ചത് അവിടെ അങ്ങനെ അടങ്ങുമെന്നും പറയാൻ പോകണ്ട. താണിരുന്നാൽ മതി. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാനിടയായി. പലപ്പോഴും നമ്മുടെ ജഡം അങ്ങോട്ട് അനുവദിക്കത്തില്ല. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് പുറത്തെ മനുഷ്യനാണ്, നമ്മൾ ജീവിക്കുന്ന അകത്തെ മനുഷ്യല്ല. ആ രക്ഷിക്കപ്പെട്ട ദൈവവേദന ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മുടെ ചിന്താഗതിക്കൊക്കെയും മാറ്റമുണ്ടാകണം. എങ്കിലേ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ജഡത്തിന്റെ ചിന്തയാണ് നമ്മളിൽ വരുന്നതെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്ന് പറയുന്നത്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. ആത്മാവിന്റെ ചിന്തയിൽ വേണം ഓരോ ദൈവവൈതലും ജീവിക്കുവാനായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സമാധാനം ലഭിപ്പാനിടയായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീരും. ഇന്ന് രാത്രികാലം നമ്മുടെ ചിന്താഗതികൾക്കൊരു വ്യത്യാസമുണ്ടാകണം. നമ്മൾ ആരാണ്? ഞാൻ ദൈവ പൈതലാണ്. അവനെ ഹല്ലേലൂയ, സ്തോത്രം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നാം ദൈവമക്കൾ ആകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് കൂടെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവിന് സദൃശന്മാരാകും. ആരുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയി സ്ഥലമൊരുക്കി വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവാനായി നമ്മുടെ കർത്താവ് വേഗം വരും. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, ഹല്ലേലൂയ, കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത, മരണമില്ലാത്ത, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാനായി വരും. വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ നമുക്കിടയായി തീരട്ടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. ആരെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ എന്തു വന്നാലും ഒരു ദൈവം ദൈവത്തെ വിട്ടു പോകുകയില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ തന്നെ
ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ മോറിയാമിലെ കൊണ്ടുപോയി യാഗം കഴിപ്പാൻ പറഞ്ഞു. അബ്രഹാം അത് ചെയ്തു. കാരണം അബ്രഹാം ഒരു ദൈവത്തിൽ വിശ്വസിച്ചു. എന്താണ് വിശ്വസിച്ചത്? ഹല്ലേലൂയ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ, എന്നെ വിളിച്ചിറക്കിയ ദൈവമെന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഇടയായി തീർന്നത് കൊണ്ട് മകനെ യാഗം കഴിക്കേണ്ടി വന്നാലും സാരമില്ല എന്നെണ്ണി അത് ദൈവം പറഞ്ഞതനുസരിപ്പാൻ തക്കണം ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 ബാലന്മാർ ബാബിലോണിലേക്ക് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. അവിടുത്തെ നെബൂഖദ്നേസർ രാജാവ് ഹല്ലേലൂയ വലിയൊരു ബിംബത്തെ ഉണ്ടാക്കി. എന്നിട്ട് തന്റെ ഒരു ആഗ്രഹമാണ് ഈ ദേശത്തുള്ള എല്ലാ ജനവും ഹല്ലേലൂയ സ്തോത്രം അവിടെ വാദ്യമേളങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അത് വീട്ടുമ്പോൾ എല്ലാവരും വീണ് ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ 3 പേര് എല്ലാവരും കുനിഞ്ഞ് നമസ്കരിക്കുമ്പോൾ 3 പേര് നേരെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, എല്ലാവരും ജീവിക്കുന്ന പോലല്ല നീ ജീവിക്കേണ്ടത്. എല്ലാവരും ചെയ്യുന്ന പോലല്ല നീ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, നീ വേർപെട്ട ജനമാണ്. ഹല്ലേലൂയ, നീ ദൈവപൈതലാണ്. ഹല്ലേലൂയ, നമുക്കൊരു ഉടയവനുണ്ട്, നമുക്കൊരു സൃഷ്ടിതാവുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. രാജാവിന്റെ അടുക്കൽ ന്യൂസ് എത്തി. ഇതാ 3 പേര് രാജാവ് പറയുന്നത് അനുസരിക്കുന്നില്ല, പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെന്താ ഞാൻ നാട്ടിലിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാത്തത്? രാജാവേ, ഇതിന് പ്രതിവാദം പറയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഇല്ലെങ്കിലും ഈ ബിംബത്തെ ആരാധിപ്പാൻ ഞങ്ങളെ കിട്ടുകയില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവത്തിനെ മാനിപ്പാൻ ഇടയായിത്തീരും. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് ദൈവനാമത്തെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാജാവിന്റെ കോപം മൂത്തു. ഹല്ലേലൂയ. തീയുടെ ജ്വാല 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ കൽപ്പന കൊടുത്തു. അവരെ കെട്ടി കയ്യും കാലും കെട്ടി തീക്കാത്തോട്ട് ഇടാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവരെ പിടിച്ചു. നമ്മളായിരുന്നെങ്കിൽ അന്നേരമെങ്കിലും കർത്താവേ ഇപ്പോഴത്തേക്കൊന്ന് ക്ഷമിച്ചേക്കണേ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു നമ്മുടെ നയമാൻ എന്ന് പറയുന്ന ഒരാൾക്ക് സൗഖ്യം ഉണ്ടായപ്പോൾ പുള്ളി പറഞ്ഞു, ലോകത്തിൽ ഇസ്രായേലിലല്ലാതെ ഒരു ദൈവവുമില്ല. പക്ഷെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഞങ്ങളുടെ രാജാവ് റിമോന്റെ ക്ഷേത്രത്തിൽ പോയി കുമ്പിടുമ്പോൾ ഞാനിക്കും അദ്ദേഹത്തോടു കൂടി ഒന്ന് കുമ്പിടണം എന്നൊക്കെ പറഞ്ഞ എലിശ പറഞ്ഞു. അതെ, ഇഷ്ടം പോലെ നന്നോട്ടെന്ന് പറഞ്ഞു. കാരണം അതുപോലെ ഇവർക്കും ദൈവത്തോട് വേണമെന്ന് പറയാതെ, പക്ഷെങ്കിൽ അവര് തൻ്റെ ഇടത്തോടുകൂടി നിന്നു. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഇല്ലെങ്കിലും ദൈവം വിലക്കിയിരിക്കുന്നതിന് ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടയാകരുത്. ഹല്ലേലൂയ. അവരെ കൊണ്ട് തീക്കകത്തേക്ക് ഇട്ടു. തീയുടെ ശക്തി മൂലം കൊണ്ടുപോയവർ ദഹിച്ചുപോയി. പക്ഷെ തീക്കകത്ത് വീണ ദൈവമക്കൾ ഇതാ തീക്കകത്തൂടെ നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഹല്ലേലൂയ, തീയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നിനക്കിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടം വരുന്നത് എന്തിനാണെന്നറിയാമോ? ഇതുപോലെ നിന്ന് പ്രസംഗിക്കാനാണ്. കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ പ്രസംഗിക്കണമെങ്കിൽ, ആ ദൈവത്തെ കുറിച്ച് സാക്ഷി പറയണമെങ്കിൽ നീ കഷ്ടത്തിൽ കൂടെ പോയേ മതിയാകുള്ളൂ. ഇന്ന് രാത്രികാലം ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കാരണം എന്താണെന്നറിയാവോ? അവർ തീച്ചൂടിലേക്ക് പോകാൻ തയ്യാറായതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നീ ഒരു ദൈവത്തിനായി ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടം എന്തിനാണെന്ന് അറിയാവോ? നീ അനേകരെ ബലപ്പെടുത്തേണ്ടതിനാണ്. നീ അനേകർക്ക് ആശ്വാസമാകേണ്ടതിനാണ്. നീ ദൈവനാമത്തെ ഉയർത്തേണ്ടതിനാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകരുത്. നീ ഭാരപ്പെടരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം നിന്റെ കഷ്ടത്തിൽ നിന്നെ വിടുവിക്കുന്നവനാണ്. എന്നും ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന
ദൈവമല്ല. ഹല്ലേലൂയ. കൂരുകളുടെ താഴ്വരയിലൂടെ ഒരു പക്ഷെങ്കിൽ നാം നടന്നു പോകേണ്ടി വരും. എന്നാൽ അതിന്റെ അക്കരെ ഹല്ലേലൂയ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കാണ് നമ്മെ നടത്തുന്നത്. നീ കൂരിന് താഴ്വരയിൽ കൂടി പോകുമ്പോൾ ഓർത്തുകൊള്ളുക, നീ അത് കടന്നു കഴിയുമ്പോൾ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കൂരുകളിന്റെ ഒരു അനുഭവം, കഷ്ടതയുടെ അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെയെല്ലാം ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്റെ ദൈവം എന്നെ കാണുന്ന ദൈവമാണ്, എന്റെ ദൈവം എന്നെ അറിയുന്ന ദൈവമാണ്. ദോഷമായിട്ടൊന്നും അവൻ എന്നോട് ചെയ്യുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 8-28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എല്ലാം. അപ്പൊ ഈ കൊള്ളാകുന്നവനാണോ എന്നറിയാൻ ഒരു ടെസ്റ്റ് തരും ദൈവത്തിന്. അവിടെ പിടിച്ചു നിന്നോണം. ഈ ടെസ്റ്റിൽ തോക്കരുത്. നമ്മൾ പറയരുത്, കർത്താവേ ഓ ഈ കഷ്ടത, ഈ നിന്ന, ഈ വയ്യ കർത്താവേ എന്ന് ഇസ്രായേൽ മക്കൾ കിടന്ന് പുരുവൃത്ത് പോലെ കിടന്ന് പുരുവൃത്തരുത്. നിനക്ക് മാറായുടെ അനുഭവം വരുമ്പോൾ നീ പ്രാർത്ഥിച്ച് നീ ദൈവത്തോട് പറ, മാറായെ മധുരമാക്കിയ ദൈവമാണ് എന്റെ ഈ മാറ. ഇന്നല്ലെങ്കിൽ നാളെ മാറും. ഈ മാറായെ മാറ്റുവാൻ, ഈ മാറായെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ചില സഹോദരിമാര് ഒരു ചിന്തയുണ്ട്, അവർക്ക് ലഭിച്ചിരിക്കുന്ന ഭർത്താവ് ഒരു മാറായാണോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ ഈ മനുഷ്യനെയാണോ എന്റെ ജീവിതത്തിൽ തന്നത്? ഈ മനുഷ്യന്റെ കൂടെ കൂടിയതിനു ശേഷം എനിക്ക് കഷ്ടതയാണല്ലോ, എന്നെ അറിയാത്തവനാണല്ലോ, എന്നെ വേദനിപ്പിക്കുന്നല്ലോ എന്റെ കർത്താവേ. ഹല്ലേലൂയ. ഞാൻ പറയാം, എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ ഈ മാറായെ നിനക്ക് മധുരമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. വേറെ മാറാതിരക്കി പോകണ്ട. ഹല്ലേലൂയ. ഈ മാറായെ മധുരമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ചില ഭർത്താക്കന്മാർക്കും ഇങ്ങനെ ചിന്തയുണ്ട്, ഇവൾ എന്റെ കൂടെ കൂടിയേ പിന്നെ എനിക്കൊരു സ്വസ്ഥതയില്ല. ഇതിനെ ആരാണോ എന്റെ തലയെ കെട്ടിവെച്ചത്? ഹല്ലേലൂയ. ഈ മാറായെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടതകൾ കുഞ്ഞുങ്ങളിൽ നിന്നാണോ, ഭാര്യയിൽ നിന്നാണോ, ഭർത്താവിൽ നിന്നാണോ? ദൈവസേന മുട്ടുമടക്കുക. കർത്താവേ, ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കും, നിർമ്മലതയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവദാസൻ, ഒരു ചെറുപ്പക്കാരന്. ഹല്ലേലൂയ. തനിക്ക് ഒരു കല്യാണാലോചന വന്നു. ഒരു ദൈവദാസന്റെ മകളാണ്. ഹല്ലേലൂയ. സ്തോത്രം. വളരെ സന്തോഷത്തോടെ കല്യാണം കഴിച്ചു. എന്നാൽ ഹല്ലേലൂയ ആദ്യ ദിവസം തന്നെ ആ കുട്ടിയുടെ തനി സ്വഭാവം വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. അത് ഭ്രാന്തി. അതിനെ മരുന്ന് കൊടുത്ത് ഇങ്ങനെ കഴിപ്പിച്ചോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. പക്ഷെങ്കിൽ ആ ദൈവദാസനുണ്ടല്ലോ, ദൈവസേന മുട്ടുമടക്കി. അവളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, നാളുകൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരിയേക്ക് പൂർണ്ണ സൗഖ്യമുള്ളവളായി തനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ദൈവമക്കളുടെ ജീവിതത്തിൽ ദോഷമായിട്ടൊന്നും ദൈവം ചെയ്യുകയില്ല. നിന്റെ ജീവിതത്തിൽ ചില കൈപ്പിന്റെ അനുഭവങ്ങൾ വന്നാൽ മാറായെ മധുരമാക്കുന്ന ദൈവം നിന്റെ കഷ്ടത മാറ്റുവാൻ, നിന്റെ കൈപ്പ് മാറ്റുവാൻ, നിന്റെ വേദന മാറ്റുവാൻ ശക്തനാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവജനമേ, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ വേദനപ്പെടുത്തുന്ന, ഹല്ലേലൂയ നിന്നെ ദുഃഖിപ്പിക്കുന്ന വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്ക്. മാറായെ മധുരമാക്കുന്ന ദൈവം ഞാൻ വിശ്വസിച്ചിരിക്കുന്നതാരേ. ഹല്ലേലൂയ. എന്റെ ദൈവം മാറായെ മധുരമാക്കുന്ന ദൈവമാണ്. എന്റെ കഷ്ടത മാറ്റുന്ന ദൈവമാണ്. എന്റെ കുഞ്ഞിന്റെ രോഗം മാറ്റുന്ന ദൈവമാണ്. എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റുന്ന ദൈവമാണ്. സ്വഭാവത്തെ മാറ്റുന്ന ദൈവമാണ്. ദൈവവേദനയെ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ദൈവം സകല പ്രശ്നത്തിനും പരിഹാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആരെ വിശ്വസിക്കുന്നു, ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ എത്ര നാളാണ് ജീവിക്കാനായിട്ട് പറ്റുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്ക് അവിടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ബ്രദറെ, അവൾ ഇങ്ങനാണ്, അങ്ങനാണ്, ഇങ്ങനാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ 4 മക്കളുണ്ട്. നിങ്ങളെ ആ പുള്ളിക്കാരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ അമ്മയോടെ പോകും. നിങ്ങൾക്ക് വേറൊരു ഭാര്യയെ കിട്ടും, അവർക്ക് വേറെ ഭർത്താവിനെ കിട്ടും. പക്ഷെങ്കിൽ
ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പിതാവിനെയും മാതാവിനെയും കണ്ടെത്തൽ. നിങ്ങൾ മാത്രമാണ് അവരുടെ പിതാവും മാതാവും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഇനിയും അദ്ദേഹത്തിനൊരു 48-50 വയസ്സോളം ഉണ്ട്. ഞാൻ പറയാൻ എത്ര നാളൂടെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നത്? കൂടി വന്ന 10-20 വർഷം കൂടെ അല്ലല്ലേ? അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റുമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയല്ലേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ചില സുഖത്തിന് വേണ്ടി ഹല്ലേലൂയ ഈ മാണിക്യത്തെ വിടരുതേ. ഹല്ലേലൂയ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമുക്ക് വേണ്ടി മനോഹരമായൊരു ദേശം, മനോഹരമായൊരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നഷ്ടമായി പോകരുത്. ഹല്ലേലൂയ, നാം ഓരോരുത്തരും അതിന് അവകാശിയായി തീരണം. നമ്മുടെ കർത്താവ് നമ്മെ സ്വീകരിക്കാനായി കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യപുത്രൻ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മിൽ ആരും അവിശ്വാസികളാകരുത്. ഹല്ലേലൂയ. ലേഖനം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ എഴുതിയിട്ടുണ്ട്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് സ്നാനപ്പെട്ടവരാണ്, അവരെ അനുഗമിച്ച പാറയിൽ നിന്ന് ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് കുടിച്ചവരാണ്, അവരുടെ അടയാളങ്ങൾ അത്ഭുതം കണ്ടവരാണ്. പക്ഷെ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് അവർ മത്സരികളായി തീർന്നു, അവർ പിറുപിറുക്കുന്നവരായി തീർന്നു, അവർ പരസംഗം ചെയ്തു, അവർ വിഗ്രഹാരാധന നടത്തി. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഹല്ലേലൂയ മുട്ടുമടക്കെ അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ ഉപനിധിയാണ്. ഹല്ലേലൂയ, അവസാനം വരെയും സൂക്ഷിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, മഹാപ്രതിഫലമുള്ള നമ്മുടെ വിശ്വാസം തള്ളിക്കളയരുത്. ഹല്ലേലൂയ, നമുക്കുള്ള പ്രതിഫലം എന്താണ്? മഹാപ്രതിഫലമാണ്. അത് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതല്ല. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ നമ്മളെ സ്തോത്രമല്ല വിധേയനി ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ, കല്ലറകളൊക്കെ അവിടെ കിടക്കും. മാർബിൾ കൊണ്ടായാലും ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയാലും കുടുംബക്കല്ലറയായാലും അതിനകത്തുനിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഹല്ലേലൂയ വേദോസ്തവം പറയുന്നുണ്ട്. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിനായി ജീവിച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകാം. ഹല്ലേലൂയ, നമ്മുടെ പിതാക്കന്മാർ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇത് കണ്ടുകൊണ്ട് അവരുടെ ജീവനെ വെറുത്തു, ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു, പരിശോധനകൾ അനുഭവിച്ചു. കാരണം അവർ ഒന്ന് കാണുവാനിടയായി തീർന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മളത് വായിക്കുമ്പോൾ അവിടെ പിതാക്കന്മാരുടെ കഷ്ടതയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിന്റെ 9, 10, 11 വാക്യങ്ങൾ 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഒരു കാര്യം. അതൊന്ന് വായിച്ചേ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നമ്മുടെ കാത്തിരിപ്പ് എന്താണ്? ഇന്ന് രാത്രികാലം നമ്മുടെ രോഗം മാറാനാണോ നമ്മുടെ ആഗ്രഹം? അതോ നമ്മുടെ കഷ്ടം മാറുവാനായിട്ടാണോ നമ്മുടെ ആഗ്രഹം? നമ്മുടെ ആഗ്രഹം ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ടായിരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതിനു വേണ്ടി അങ്ങ് അധ്വാനിച്ചു പോക്കൂ, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി എന്ത് തിന്നും എന്തുടുക്കും എന്നുള്ളത് ദൈവം തമ്പുരാൻ തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം നാം ഓരോരുത്തരും ആ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പം ഗ്രാനൈറ്റ് വരെ വന്നിട്ടുള്ളൂ. അവിടെ ഹല്ലേലൂയ എന്താണെന്നറിയാവോ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? ഫ്ലോറിംഗ് എന്താണെന്നല്ല, തനി തങ്കം. ഹല്ലേലൂയ, ആലൂക്കാസിന്റെ 914 അല്ലിത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അകത്ത് മായമുണ്ടെന്ന വേറെ ജ്വല്ലറിക്കാർ പറയുന്നത്. ഒരു കളങ്കവുമില്ലാത്ത തങ്ക തെരുവീതിയാണ് നമ്മുടെ ഭവനം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഓ ഗോമേതകം, മരതകം, മാണിക്യം
എന്ന് വേണ്ട സകല വചനങ്ങളുമാണ് അതിന്റെ അടിസ്ഥാനങ്ങൾ ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന് ഭാവനയിൽ കണ്ട്, ഒന്ന് ഭാവനയിൽ കാണാമെങ്കിൽ ഇവിടുത്തെ മാർബിളും വേണ്ട, ഇവിടുത്തെ ഗ്രാനൈറ്റും വേണ്ട. വല്ലച്ചാതി പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ ഇതെല്ലാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ കാഴ്ചപ്പാട് നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാടോടുകൂടി നാം ജീവിക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. ദൈവം ഇവിടെ നിനക്ക് മാന്യമായി താമസിക്കാനുള്ള ഭവനം തരും.
ഈ രാത്രി ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദേശത്തോടുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത മരണം ദൂതുകൾ വിളിച്ചറിയിപ്പാനുള്ള ദാസൻ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചു ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തോമസ് ആസ്വാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹനം നാം എല്ലാവരോടും ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനോടും ഈ പ്രദേശത്തുള്ള ദൈവമക്കളോടും ദൈവസഭയോടും ഈ പ്രദേശത്തോടും കർത്താവിന്റെ മണിവരുത്തുകയും എല്ലാ വിശുദ്ധന്മാരോടും ഇരിക്കുമാറാകട്ടെ. അവൻ ഇന്ന് രാത്രി ദിവസങ്ങളിൽ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം.